ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ശ്രുതി ആണെങ്കിൽ ആകെ പെട്ടിരിക്കുകയാണ്. താഴെയാണെങ്കിൽ സച്ചിക്ക് പരിചയമുള്ള, സച്ചിയുടെ വണ്ടിയിൽ യാത്ര ചേർന്ന മലേഷ്യയിൽ താമസിക്കുന്ന ഒരു ആൻറ്റിയും അങ്കിളും കൂടി വന്നിരിക്കുകയാണ്. ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പൊളിക്കാൻ കൂടിയിട്ടാണ് രേവതിയും സച്ചിയും അങ്ങനെ അവരെ അവിടേക്ക് കൊണ്ടുവരുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഭക്ഷണം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ ചന്ദ്ര ആദ്യം ഒന്നിടഞ്ഞിരിക്കുന്നെങ്കിലും മലേഷ്യയിൽ നിന്നാണ് ഇവർ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ചന്ദ്രയുടെ സ്വഭാവം മാറി. ചന്ദ്ര അവരോട് വലിയ സ്നേഹത്തിൽ പെരുമാറുന്നുണ്ട്. എൻ്റെ മരുമകളുടെ വീട് അവിടെ മലേഷ്യയിലാണ്, അവളുടെ അച്ഛനൊക്കെ അവിടെയാണ്, ബിസിനസ്സാണ് അവർക്ക് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആണോ, എന്നാലും അവരെ ഒന്ന് വിളിക്കുക, ഞങ്ങളൊന്ന് ചോദിക്കാമല്ലോ, ഞങ്ങൾ പരിചയക്കാരാണെന്ന് അറിയാലോ. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട് അത് ശരിയാണ്, അപ്പോൾ എന്തായാലും ഒന്ന് വിളിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ശ്രുതിയെ വിളിക്കുകയാണ്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ശ്രുതി പെട്ടുപോയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ശ്രുതി ഇനി എന്ത് ചെയ്യും? ചന്ദ്രയാണെങ്കിൽ ഇവിടെ നിന്ന് വിളിയോട് വിളി, വാ മോളെ ശ്രുതി വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഇവർ പരസ്പരം സംസാരിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഇനി വേറെ മാർഗമൊന്നുമില്ല, എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് പഞ്ഞിയെടുത്ത് വായയുടെ അണയിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തിത്തിരികയാണ്. അങ്ങനെ വായയിൽ കവിളങ്ങനെ കുത്തിത്തിരി, കവിളങ്ങനെ വീർത്തിരിക്കണ പോലെ തോന്നുന്നു, വീർത്തിരിക്കുകയാണ്. ആ പഞ്ഞി അങ്ങനെ എടുത്ത് കട്ട വെച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് അവൾ പതുക്കെ ഹാൻഡ് ബാഗ് ഇട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ മോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ ആ സമയം മോളുടെ മുഖത്തൊക്കെ വല്ലാതെ നീരുണ്ടല്ലോ, കണ്ണൊക്കെ വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളിങ്ങനെ ആംഗ്യ ഭാഷയിൽ പറയുകയാണ് പല്ലുവേദനയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് പല്ലുവേദനയാണോ, അയ്യോ അതെന്ത് പറ്റി പെട്ടെന്ന് ഒരു പല്ലുവേദന എന്ന് ചോദിക്കുകയാണ്. മോളെ മോളുടെ നാട്ടിലുള്ള ആൾക്കാരാണ്, മലേഷ്യയിൽ നിന്നാണ് ഇവർ വന്നത്, നോക്കി നിനക്ക് മോൾക്ക് ഇവരെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ മോളുടെ അച്ഛൻ്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് അറിയാമെന്നറിയാലോ എന്നിങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവളാണെങ്കിൽ ആകെ പെട്ടുപോയിട്ട് അവൾ ആൻറ്റി എനിക്ക് നല്ല പല്ലുവേദന, ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ മോൾ ഒറ്റയ്ക്ക് പോകാനും സംസാരിക്കാനും പറ്റില്ല, ഇത്രയും വേദനയെ സഹിച്ചിട്ട് ഞാനും വരാമെന്ന് ചന്ദ്ര പറയുന്ന സമയത്ത് വേണ്ട ആൻറ്റി വരണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അവിടെ നിന്നിട്ട് വർഷ പറയുകയാണ്. വർഷയ്ക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ വരാം, ഏട്ടത്തിയുടെ കൂടെ ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് അവൾ വേഗം തന്നെ ഹാൻഡ് ബാഗ് കൊടുത്ത് വന്നിട്ട് ഞാൻ കൂടെ പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. വേണ്ട വർഷം ഞാൻ പൊക്കോളാം എന്ന് ശ്രുതി പറയുമ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ സച്ചിയും രേവതിയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളുടെ അടവും ഇവളുടെ പരിഭവവും അതുപോലെ തന്നെ ഇവരെ കണ്ടിട്ടുള്ള ആ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുകയാണ്. എന്തായാലും കൂടെ നമ്മുടെ വർഷയും ശ്രുതിയും കൂടിയിട്ട് ഡെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോഴും നമ്മുടെ ശ്രുതി വർഷയെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. വർഷ പൊക്കോ, ഞാൻ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് വന്നോളാം, നീ ബുദ്ധിമുട്ടുണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്കെന്ത് ബുദ്ധിമുട്ട്, വാ ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ നമ്പർ ആകുന്നുണ്ട്. അവരങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഡോക്ടറോട് ചെന്ന പണത്തിന് ശ്രുതി പറയുന്നുണ്ട് ആദ്യ സമയത്ത് നല്ല വേദന ഉണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ വേദന കുറവുണ്ട് ഡോക്ടറെ എന്ന് പറയണം. അതെന്തായാലും നോക്കട്ടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വർഷ തന്നെ കിടത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പിടിച്ച് കിടത്തുന്നുണ്ട്. അതിനുശേഷം അവളുടെ വാ തുറന്ന് നോക്കുന്ന സമയത്ത് അയ്യോ അണയിലൊരു പല്ല് ബാക്ടീരിയ വന്നിട്ട് അത് വല്ലാതെ കേടായിരിക്കുകയാണ്, പഴുപ്പുണ്ട്, അത് പെട്ടെന്ന് ആ പല്ല് മാറ്റിയില്ലെങ്കിൽ മറ്റുള്ള പല്ലിനൊക്കെ ബാധിക്കും, പിന്നെ ആകെ പ്രശ്നമാകും എന്നിങ്ങനെ ഡോക്ടർ പറയുന്ന സമയത്ത് ശ്രുതി ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പല്ലെടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ വേദനയുടെ വല്ല മരുന്ന് തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല ഏട്ടത്തി അങ്ങനെയൊക്കെ പറയും, ഡോക്ടർ എന്തായാലും പല്ലെടുത്തു എന്ന് വർഷ ഇങ്ങനെ ഡോക്ടറോട് പറയുകയാണ്. അങ്ങനെ വർഷയാണെങ്കിൽ ശ്രുതിയുടെ തല ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ ആണെങ്കിൽ പല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. നല്ലൊരു പഞ്ഞി, അപ്പം ശരിക്കും പഞ്ഞി വെച്ച് കൊടുക്കുകയാണ് ഡോക്ടർ ആ ഹോളിൽ പല്ലെടുത്ത ഭാഗത്ത്. അങ്ങനെ അവൾ അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഐസ്ക്രീമുമായിട്ട് അവിടുത്തെ ഡോക്ടർ, അവിടെ ഒരു നഴ്സുണ്ട്, അവർ കൊടുക്കുകയാണ്. അപ്പം വർഷ ആ ഐസ്ക്രീം വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഒരു ഐസ്ക്രീമും കൂടെ കൊണ്ടുപോയോ എന്ന് പറയുകയാണ്. ഇവിടെ എന്താ ഞങ്ങൾ ഐസ്ക്രീം വിൽക്കണവരൊന്നല്ല, ബില്ലിൽ ആഡ് ചെയ്തോ പൈസ എന്ന് വർഷ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐസ്ക്രീമും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവർ വന്ന സമയത്ത് ഏട്ടത്തിയുടെ അതായത് ശ്രുതിയുടെ വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, എന്തായാലും കൂടെ പോയിരിക്കുന്ന വർഷയല്ലേ, അത് അവൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും, അത് ഉറപ്പാണ്, അവളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയെ കൊണ്ട് നമ്മുടെ വർഷ വീട്ടിലേക്ക് വരികയാണ്. എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിയിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ ശ്രുതി നല്ല വേദന, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ് അകത്ത് പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും അതിഗംഭീരമായ എപ്പിസോഡാണ് വരാൻ പോകുന്നത്. നമ്മുടെ സച്ചിയാണെങ്കിലും രേവതി ആണെങ്കിലും എല്ലാവരെയും കൊണ്ട് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോകാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് വർഷം ഞെട്ടിപ്പോകുന്ന ഭാഗമൊക്കെയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.